സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക സമാപനത്തിൽ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച പരിപാടികൾ എത്രത്തോളം നടപ്പാക്കിയെന്ന് വ്യക്തമാക്കുന്ന സുവർണ രേഖ. 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ വർഷത്തിൽ തുടക്കമിട്ട പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ തുടർച്ചയായ 9ാമത്തെ പതിപ്പാണ് ഈ വേദിയിൽ പ്രകാശനം ചെയ്യുന്നത്. 2016ലെയും ഇപ്പോഴത്തെയും കേരളത്തിലെ അവസ്ഥ താരതമ്യപ്പെടുത്താൻ തയ്യാറാകണം. ആരോഗ്യരംഗത്തെയും വിദ്യാഭ്യാസ മേഖലയും കൈപ്പിടിച്ചുയർത്തിയത് LDF സർക്കാർ. ദേശീയപാത യാഥാർത്ഥ്യമായതും LDF സർക്കാരിന്റെ നേട്ടം. LDF വരും, എല്ലാം ശരിയാകുമെന്ന ചൊല്ല് അന്വർത്ഥമായെന്നും മുഖ്യമന്ത്രി. സുവർണരേഖ. 1ാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ വർഷത്തിൽ തുടക്കമിട്ട പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ തുടർച്ചയായ 9ാമത്തെ പതിപ്പാണ് ഈ വേദിയിൽ പ്രകാശനം ചെയ്യുന്നത്. ദേശീയപാതയുടെ തകർച്ച സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയെന്ന് സ്ഥാപിക്കാൻ ചിലർ ശ്രമിച്ചുവെന്ന് മുഖ്യമന്ത്രി. മുടങ്ങിക്കിടന്ന നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ കാരണം LDF സർക്കാർ എന്നും മുഖ്യമന്ത്രി. പ്രതിപക്ഷം വികസനം തടയുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. DPR മാറ്റം വരുത്തിയെന്ന കേന്ദ്രമന്ത്രിയുടെ വാദം അസംബന്ധം. ദേശീയപാത നിർമ്മിക്കുന്ന കമ്പനികൾ BJPക്ക് പണം കൊടുത്തെന്നും ആരോപണം. ദേശീയപാത തകർന്ന സംഭവത്തിൽ ഹൈക്കോടതിയിൽ നിലപാടറിയിച്ച് ദേശീയപാത അതോറിറ്റി. ഇടക്കാല റിപ്പോർട്ട് നൽകാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം. തകർന്നത് ജനങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന പദ്ധതിയിലെ റോഡെന്നും കോടതി. കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയെന്ന് അതോറിറ്റി. റിപ്പോർട്ട് സമർപ്പിക്കാൻ 10 ദിവസത്തെ സാവകാശം തേടി. വ്യാഴാഴ്ച ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മഴ തുടങ്ങിയതോടെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമെന്ന് ഹൈക്കോടതി. ആളുകൾ കുഴിയിൽ വീണ് മരിച്ചാൽ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്ന് ചോദ്യം. ഫണ്ടില്ലെന്ന് പറയുന്നത് ലജ്ജാകരമെന്നും ഹൈക്കോടതി. കൊച്ചിയിലെ റോഡുകൾ തകർന്ന സംഭവത്തിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. മലപ്പുറം കൂരിയാട് ബൈപ്പാസ് തകർന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കാറിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്ക്. ദൃശ്യങ്ങൾ പകർത്തിയത് ശബ്ദം കേട്ട് ഓടിയെത്തിയ ഡോക്ടർ. സംസ്ഥാനത്ത് ദേശീയപാതകൾ തകർന്നതിൽ അടിയന്തര യോഗം വിളിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രി. എറണാകുളത്ത് 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മയുമായി തെളിവെടുത്തത് മൂഴിക്കുളം പാലത്തിൽ എത്തിച്ച്. കുട്ടി പീഡനത്തിനിരയായതേ അറിഞ്ഞില്ലെന്ന് അമ്മയുടെ മൊഴി. ഭർത്തൃ വീട്ടുകാർ കുട്ടിയിൽ അമിത താൽപര്യം കാണിച്ചത് അസ്വസ്ഥയാക്കി. ഭർത്താവ് 2ാം വിവാഹത്തിന് ഒരുങ്ങുന്നതായി വിവരം ലഭിച്ചു. തന്നെ ഒഴിവാക്കിയാൽ കുട്ടി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയാണ് കൊലയ്ക്ക് കാരണമെന്നും അമ്മ. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പെൺകുട്ടിയും പ്രതി സുഗാന്തുമായുള്ള നിർണായക ചാറ്റ് വീണ്ടെടുത്തു. സുഗാന്ത് യുവതിയോട് ആത്മഹത്യാ തീയതി മുൻകൂട്ടി ചോദിച്ചു. ഓഗസ്റ്റ് 9-ന് ആത്മഹത്യ ചെയ്യുമെന്ന് യുവതിയുടെ മറുപടി. ടെലഗ്രാം ചാറ്റ് കണ്ടെടുത്തത് സുഗാന്തിന്റെ ഫോണിൽ നിന്ന്. KPCC പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം. പുനഃസംഘടന വേണ്ടെന്ന മുതിർന്ന നേതാക്കളുടെ ആവശ്യം ഹൈക്കമാൻഡ് തള്ളി. നിർദ്ദേശം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനകുലു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കണ്ണൂരും കാസർഗോഡും നാളെ റെഡ് അലേർട്ട്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ സാധ്യത. കാലവർഷം 2 ദിവസത്തിനുള്ളിൽ കേരള തീരത്ത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് 27 വരെ മത്സ്യബന്ധനത്തിന് നിരോധനം.